മുല്ലപ്പെരിയാർ കേസിൽ വക്കീൽ ഫീസായി നൽകിയത് 5.25 കോടി രൂപയെന്ന് വിവരാവകാശ രേഖ പറയുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരും. ശ്യാം, ശരിക്കും പ്രേക്ഷകർക്കും ഒക്കെ ഞെട്ടലുണ്ടാകും. പക്ഷേ ഒരു 3-4 സാമ്പത്തിക വർഷത്തിൽ കൊടുത്ത ഫീസിൻ്റെ കണക്കാണിത് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയണം. കാരണം ഈ കേന്ദ്രത്തിലുള്ള അഭിഭാഷകരുടെയൊക്കെ ചാർജ് വളരെ കൂടുതലാണ്. ഒറ്റ സിറ്റിങ്ങിനൊക്കെ 30 ലക്ഷവും 50 ലക്ഷവും ഒക്കെ വാങ്ങുന്ന അഭിഭാഷകർ ഒരുപാടുണ്ട് ഡൽഹി പശ്ചാത്തലമാക്കി. എന്താ ചെയ്യുക, പറയൂ. SKN ഗുഡ് മോർണിംഗ്. SKN പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റിങ്ങിന് 30-40 ലക്ഷമൊക്കെ വാങ്ങുന്ന അഭിഭാഷകർ അവരുടെ തുക കുറച്ചുകൊണ്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത്. പക്ഷേ അപ്പോൾ പോലും 5 അഭിഭാഷകർക്കാണ് 1 കോടി രൂപ വെച്ച് നൽകിയിരിക്കുന്നത്. ആകെ വക്കീൽ ഫീസ് ഇനത്തിൽ നൽകിയത് 5.42 കോടി രൂപയാണ്. 2020 ജനുവരി മുതൽ 2024 മാർച്ച് വരെയുള്ള കണക്കാണ് ഈ രേഖയിൽ നൽകിയിട്ടുള്ളത്. അതിൽ ഉന്നതാധികാര സമിതിക്ക് മാത്രം 59 ലക്ഷം രൂപ നൽകിയിരിക്കുന്നു. അവർക്ക് ഓണറേറിയമായിട്ട് 16 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. അങ്ങനെ മുല്ലപ്പെരിയാർ കേസിന് വേണ്ടി സംസ്ഥാനം വലിയ രീതിയിൽ തന്നെ പണം ചിലവഴിക്കുന്നു. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ, തമിഴ്നാടുമായിട്ടുള്ള കേസിൽ എന്നുള്ളതാണ് ഈ രേഖ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേസ് കേരളത്തിന് അനുകൂലമാകുന്നതിന് വേണ്ടി വക്കീൽമാർക്ക് ഇതുവരെ 5.42 കോടി രൂപ വക്കീൽ ഫീസായി നൽകിയിരിക്കുന്നു എന്നുള്ളത്. SKN